മലബാർ ഗോൾഡ്, ഗോ കേരള, പാത്ത് ബ്രേക്കേഴ്സ്, ബിസിനസ് രംഗത്തെ മാറ്റിമറിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാരഥി രമേശൻ പലേരിയാണ്. UNCCSന്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് അതൊരു വലിയ മാതൃകയാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മാതൃക, തൊഴിലാളി കൂട്ടായ്മകളുടെ മാതൃക, സംരംഭകത്വത്തിൻ്റെ മാതൃക, അങ്ങനെ എല്ലാ അർത്ഥത്തിലും. എങ്ങനെയാണ് ആ ഒരു വിജയത്തിൻ്റെ ലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിലെ ആ ചരിത്രം? വാഗ്ബടാനന്ദ ഗുരുവിലൊക്കെ തുടങ്ങുന്ന ചരിത്രം 1925 ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. 25 കാലഘട്ടം എന്ന് പറയുന്നത് ഒരു അന്നത്തെ പശ്ചാത്തലം വളരെ സാമൂഹ്യപരമായിട്ട്, വളരെ സാമ്പത്തികമായിട്ടും വലിയ വിദ്യാഭ്യാസപരമായിട്ടും വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രദേശവും ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ വാഗ്ബടാനന്ദ ഗുരുദേവൻ്റെ ഉപദേശ നിർദ്ദേശത്തിലാണ് ഈ പ്രസ്ഥാനം വരുന്നത് തന്നെ. അന്നത്തെ കാലഘട്ടത്തിൽ മലബാറിൽ വാഗ്ബടാനന്ദ ഗുരുദേവനും അതുപോലെ തന്നെ സൗത്തിൽ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനമായിട്ട് നടക്കുന്ന കാലത്ത് ഈ പ്രദേശത്തിന് ഒരു നവോത്ഥാന പ്രസ്ഥാനമായിട്ട് വന്ന കാലഘട്ടത്തിൽ അതിൽ ഗുരുദേവൻ്റെ കൂടെ കൂടിയ ഒരു പ്രദേശമായിരുന്നു കാരക്കാട്. അതാണ് ഊരാളുങ്കൽ എന്ന് പറയുന്ന ഇന്ന് പറയുന്ന പ്രദേശം. അപ്പം ഇതിനൊക്കെ നിന്ന് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് അന്ന് വിദ്യാഭ്യാസം കൊടുക്കുവാനും അതുപോലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാനും വേണ്ടി ആണ്, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഒരു ഐക്യനാണ്യ സംഘവും, അങ്ങനെ 3 പ്രസ്ഥാനമാണ് തുടങ്ങിയത്. കൂലി വേലക്കാരുടെ പരസ്പര സഹകരണ സംഘം എന്ന് പറഞ്ഞ ഇന്നത്തെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും അതുപോലെ തന്നെ ഐക്യനാണ്യ സംഘം എന്ന് പറയുന്ന ഇന്നത്തെ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ ആത്മവിദ്യാസംഘവും സ്കൂളും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. മൂന്നും അത് ഇന്ന് അങ്ങനെയാണല്ലോ. ഒരു വിദ്യാഭ്യാസമില്ലെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ. അത് അന്ന് ഗുരുദേവൻ അന്ന് ആദ്യമേ കണ്ടു, ഒരു സ്കൂൾ പോലും തുടങ്ങി. ആ 3 പ്രസ്ഥാനവും ഇന്ന് നല്ല രീതിയിൽ നടന്നുണ്ട്. തൊഴിൽ എന്ന് പറയുമ്പോൾ അന്ന് ഇന്നത്തെ മാതിരി പുരോഗതിയൊന്നും ഇല്ലാത്തൊരു നാടായതുകൊണ്ട് റോഡ്, ബിൽഡിങ്, കൺസ്ട്രക്ഷൻ മേഖലയൊന്നുമില്ല. അന്ന് ഈ ചെറിയ കയ്യാല കെട്ടൽ, അതുപോലെ തന്നെ ചെറിയ കൃഷി സ്ഥലങ്ങളൊക്കെ കയ്യാല കെട്ടുക, അതുപോലെ മത്സ്യ സംസ്കരണ യൂണിറ്റ് എന്ന് പറയുന്ന ചാപ്പ എന്നാണ് അന്ന് പറയുക. അത് ഇങ്ങനത്തെ അതൊക്കെ അതിൻ്റെയൊക്കെ വർക്കുകളായിരുന്നു അന്ന്. ചെറിയ ചെറിയ വർക്കുകളെടുത്ത് പിന്നീടാണ് റോഡുകളൊക്കെ വന്ന്, അല്ലെ ബിൽഡിങ് വന്ന്. അത് കോഴിക്കോടും കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. റോഡ് ഒരു കാലഘട്ടത്തിൽ മാറി. അത്രത്തോളം വർക്കില്ലാത്തതുകൊണ്ട് മലബാറിൽ മുഴുവൻ പോകായിരുന്നു. പാലക്കാട് മുതൽ മംഗലാപുരം വരെ അന്നത്തെ തൊഴിലാളികളെയും കൊണ്ടുപോയി അവിടെ പോയിട്ട് ഇവർക്ക് തൊഴിൽ കൊടുത്ത് ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. മാറുന്ന കാലത്തിനനുസരിച്ച് കാലത്തോടൊപ്പം പോകാതെ പലപ്പോഴും ഒരു സൊസൈറ്റികൾക്ക് സംഭവിക്കുന്ന ഒരു അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. അതെങ്ങനെ സാധിച്ചു? അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ 84 പ്രസിഡൻ്റായ 84 സൊസൈറ്റിയിൽ ഓവർസറായിട്ട് വന്നത്. അതിനുശേഷം 95 പ്രസിഡൻ്റായി. പ്രസിഡൻ്റായതിനു ശേഷം അന്ന് തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 95, 2005, 2010 വരെ ഏകദേശം തൊഴിൽ കൊടുക്കാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് മാറി. നമ്മളെ തൊഴിൽ സംസ്കാരം മാറി. വിദ്യാസമ്പന്നരായ ആളുകൾ കൂടുകയും വിദ്യാഭ്യാസം കുറഞ്ഞവർ കുറയുകയും ചെയ്തു. നേരത്തെ അതല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവർ കൂടുകയും അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ എത്ര പേരെ വേണമെങ്കിലും ലഭിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നീട് അത് മാറിയതിന് ശേഷം എല്ലാവരും വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നേറ്റം നിൽക്കുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ കേരളം മാറിയതിന് ശേഷം നമുക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ തൊഴിലാളികൾ വരാതിരിക്കുകയും, എന്നാൽ കൂടുതലായിട്ട് ഞങ്ങൾ സമീപിക്കുന്നത് ഞങ്ങളെ തൊഴിലാളികളുടെ മക്കൾ പോലും നല്ല വിദ്യാസമ്പന്നരായ ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ പുറത്തുള്ളവരും. അപ്പം ഇനി തൊഴിലെടുക്കുന്നവർ വരില്ല. അപ്പോൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന
ഒരു സ്ഥാപനം ചിലപ്പോൾ നിന്നുപോയാലോ എന്നുള്ളത് ആലോചിച്ചാണ് പുതിയ തലമുറക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യവസായം തുടങ്ങണം. അത് ഏറ്റവും നല്ലത് മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അനുയോജ്യമായിട്ടുള്ള പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ IT തന്നെയാണെന്ന് മനസ്സിലാക്കി, അത് മലബാറിലില്ല എന്ന് മനസ്സിലാക്കി കൊച്ചിയിൽ ഇൻഫോ പാർക്കും തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കും ഉണ്ട്. മലബാറിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആലോചിച്ച് തുടങ്ങിയതാണ് IT പാർക്ക്. ഒരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ തുടങ്ങി. താങ്കളുടെ അച്ഛനായിരുന്നു ഈ സൊസൈറ്റിയുടെ ഒരു സാരഥി വലിയൊരു കാലയളവ്. അത് പാലേരി കണാരൻ എന്ന് പറയുന്ന അദ്ദേഹം തുടങ്ങി വെച്ചെടുത്തുനിന്നാണോ പിന്നെ താങ്കൾ ഏറ്റെടുക്കുന്നത്? അതിൽ നിന്നുള്ള ഒരു മാറ്റം എങ്ങനെയാണ്? തീർച്ചയായിട്ടും. ഫാദർ എന്ന് പറഞ്ഞാൽ 32 കൊല്ലം ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പക്ഷേ അന്നത്തെ തൊഴിലാളികളെ ഇത്രയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കുകയും അവരുടെ കുടുംബത്തിൽ ഉള്ള പ്രശ്നങ്ങൾ വരെ ഇടപെട്ട് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു തീവ്ര യത്നത്തിലൂടെ തന്നെയാണ് എൻ്റെ ഫാദർ ഇതിനെ നയിച്ചു പോകുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഞാനും ഇതിൻ്റെ. പക്ഷേ ഗുരുദേവൻ്റെ ഒരു ആദർശം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ആത്മാർത്ഥതയോടുകൂടി ഈ അന്ധവിശ്വാസവും അനാചാരത്തിനും എതിരെയായിരുന്നു ഏറ്റവും അധികം ഈ പ്രസ്ഥാനം നിലകൊണ്ടത്. അതുപോലെ ജാതീയ ചിന്തയ്ക്കും മതവിശ്വാസവും ഇതിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്നും ആ മൂല്യശോഷണമില്ലാതെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ ഒരു പ്രസ്ഥാനം നയിച്ചു കൊണ്ടുപോകുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടിയും വളരെ അച്ചടക്കം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ഈ മാറുന്ന കാലത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഈ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഘട്ടങ്ങളിൽ കാലിടറുന്ന അവസ്ഥ ഉണ്ടാകും. കാലിടർന്ന് പറഞ്ഞാൽ എന്നും ഈ സത്യസന്ധതയും ആത്മാർത്ഥതയോടും കൂടിയും പോകുന്നത് കൊണ്ട് തന്നെ നല്ല ടീം വർക്കായിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്ത് എല്ലാവരും കൂടി ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ എവിടെയും കാലിടറാൻ വന്നിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഒരു റോഡ് പണിക്കാർ ഒരു IT സംരംഭം തുടങ്ങുന്നതിന് നമ്മളെ IT മേഖലയിലുള്ള ഉന്നതമുള്ള ആൾക്കാർ വരെ ഇതിന് ഒരു പരിഹാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഞങ്ങൾ അതിജീവിച്ചു. അതൊക്കെ ഒരു പരിഹാസം വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് അത് ഞങ്ങൾക്ക് ഊർജ്ജം കൂടുതലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ IT മേഖലയിലേക്ക് ഞങ്ങൾ കടന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഈ റോഡ് പണിക്കാരായി നടന്നവർ പുതിയ IT സെക്ടറിലേക്ക് കൂടി കടക്കുകയാണ്. അങ്ങനെ പരിഹസിക്കപ്പെടുക പോലും ചെയ്തു ആദ്യഘട്ടത്തിൽ. അതിനെ അതിജീവിച്ച് ഈ രംഗത്ത് ചൂടുറപ്പിച്ചു എന്ന് പറയാമോ അല്ലേ? അതെ അതെ. അതെങ്ങനെയായിരുന്നു? എന്തൊക്കെ സംരംഭങ്ങളുടെ ഭാഗമായിട്ടാണ്? ഞങ്ങളുടെ ലക്ഷ്യം മലബാറിൽ നമ്മളെ വിദ്യാസമ്പന്നരായവർക്ക് തൊഴിൽ കൊടുക്കാനുള്ളൊരു പ്രസ്ഥാനം ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. അതിപ്പം ഫസ്റ്റ് ഫേസിൽ ഇവിടെ ഏകദേശം 5000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ബിൽഡിങ്ങാണ് ഫസ്റ്റ് ഫേസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ അത് കമ്പനികൾ വന്ന് സ്പേസ് എടുത്ത് അതിൽ വർക്ക് ചെയ്യുമ്പോൾ മലബാറിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടും. അതിന് പുറമെ ഞങ്ങളുടേതായ ഒരു IT കമ്പനി തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഒരു 3 പ്രൊഡക്റ്റോടുകൂടി ഞങ്ങൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏകദേശം 100 പേരോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 2 വർഷം കൊണ്ട് തന്നെ ഒരു 1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു IT കമ്പനിയായിട്ട്, സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് അത് മാറും. പൊതുവേ നമ്മൾ തൊഴിലാളികളാണ് ഇവിടുത്തെ വികസനത്തിനെ മൊത്തം തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമായിട്ട് നമ്മൾ എണ്ണി പറയാറുള്ളത്. വികസനത്തിന് തടസ്സം തൊഴിലാളികളാണ്. ഇവിടെ തൊഴിലാളികളെ വെച്ച് തന്നെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മുഴുവൻ ബേസ് എന്ന് പറയുന്ന തൊഴിലാളികളാണ്. അവരെ വിശ്വാസത്തിലെടുക്കുക, അവരെ കൂടെ കൊണ്ടുപോവുക. പലപ്പോഴും നമ്മൾ വളരുന്ന ഘട്ടങ്ങളിലൊക്കെ തൊഴിലാളികളെ മറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സൊസൈറ്റികൾ പോലും അതിൽ നിന്ന് മാറി നമ്മുടെ തൊഴിൽ സംസ്കാരത്തിൽ തന്നെ ഒരു കോർപ്പറേറ്റ് സംസ്കാരം കടന്നു വരുമ്പോൾ അത് തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കാതെ പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ അനുഭവിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് അതിനെ മറികടന്ന് പോകുന്നത്, തൊഴിലാളികളെ നമ്മുടെ കൂടെ നിർത്തുന്നത്? കേരളത്തിൽ പൊതുവെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുഭവം അങ്ങനെയായിരുന്നു. പക്ഷേ അത് തൊഴിലാളികളല്ല അതിന് കാരണം. ഇപ്പം ഉദാഹരണം ഊരാളുങ്കൽ സൊസൈറ്റീൻ്റെ തന്നെ കാര്യം എടുത്ത് നോക്കുമ്പോൾ തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ള വേതനങ്ങളും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ അംഗീകരിച്ച് കൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ ഏതൊരു പ്രസ്ഥാനവും അല്ലെങ്കിൽ ഏത് വ്യവസായവും മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നുള്ളത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു തെളിവാണ് ഊരാളുങ്കൽ ലേബർ കോൺഗ്രസ് സൊസൈറ്റി. കാരണം ഈ സൊസൈറ്റിയിൽ ഇന്ന് വരെ ഒരു സമരമോ പരിപാടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് കേരളത്തിൽ പൊതുവെ
സമരങ്ങളോ ഒന്നും കേരളത്തിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഇന്നത്. കാരണം അത് പക്ഷേ നമുക്കറിയാം. കേരളത്തെ പറ്റി ഇപ്പോഴും അങ്ങനെയാണ് എപ്പോഴും പറയുന്നത് കേരളത്തിൽ പഴയ കാലത്തെ അനുഭവം വെച്ചിട്ട് കേരളത്തിലാണ്. പക്ഷേ ഇന്നും കൺസ്ട്രക്ഷൻ മേഖലയിൽ പല മെറ്റീരിയൽസും ഞങ്ങൾക്ക് ചെന്നൈ, ഹൈദരാബാദ് അത് വൈകുന്നേരത്ത് ചോദിച്ചാൽ അവിടെ സമരം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തീരെയില്ല. അത് കേരളത്തിൻ്റെ ഏറ്റവും നല്ലൊരു അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പറയുന്നത്. പിന്നീട് മറ്റൊരു പ്രശ്നമുള്ളത് കേരളത്തിന്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെയും നമുക്ക് പരിസ്ഥിതിക്ക് അനുകൂലമായ വ്യവസായങ്ങൾ സാധ്യമാണ്. പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല വ്യവസായം IT തന്നെയാണ്. ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ മെൻ പവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വിദ്യാസമ്പന്നമായിട്ട് ടാലൻറ്റഡായിട്ടുള്ള എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റുഡൻസ് ഇഷ്ടംമാതിരി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് മുതലെടുക്കാൻ നമുക്ക് കേരളത്തിൻ്റെ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് പൊതുവെ സാധിച്ചാൽ കേരളം ഇന്നൊരു സ്വർഗമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഈ പാലേരി കണാരൻ എന്ന അച്ഛനിൽ നിന്ന് കുറെ കൂടി പുതിയ മാനേജ്മെന്റിന്റെ പുതിയ ചില സ്ട്രാറ്റജിയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വേണ്ടി ഒരു പുതിയ കാലഘട്ടത്തിൽ പോകാം. അതിൽ നിന്നുള്ള ആ അച്ഛനും മകനും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ അതോ മുന്നോട്ട് പോക്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത, അത് വല്ലാത്ത കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള അല്ലെ വികസനത്തിനനുസരിച്ചുള്ള കാലഘട്ടത്തിൽ അന്നും സൊസൈറ്റിക്ക് വികസനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഓടുന്നു എന്നുള്ളത് കൊണ്ട് ഞാനായാലും അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ഇതിൻ്റെ സാരഥികളായാലും കാലഘട്ടത്തിനനുസരിച്ച് ഓടുന്നു. പക്ഷേ പുതിയ മേഖലയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൊസൈറ്റി, ഒരു പ്രൈമറി സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിയിലുള്ള പ്രശ്നങ്ങൾ മറ്റൊക്കെ ഒരുപാട് ദുരിതങ്ങൾ. പക്ഷേ അതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ഈ സത്യസന്ധതയും ആത്മാർത്ഥതയോടെയുള്ള ടീമാണെങ്കിൽ അതിനൊക്കെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള എക്സ്പെർട്ടൈസിനെ നമ്മൾ എല്ലാം നമുക്കറിയാമെന്നുള്ള ഒരു ഈഗോ പ്രശ്നം വെക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഏത് IT മേഖലയിലാണെങ്കിൽ IT മേഖലയിലെ എക്സ്പെർട്ടൈസായിട്ട് ബന്ധപ്പെട്ട് IT എങ്ങനെയൊക്കെ വികസിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ സർഗാലയാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ ഇപ്പം പുതിയ ടെക്നോളജിയിൽ ഞങ്ങൾ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ബിൽഡിങ്ങിലായാലും കൺസ്ട്രക്ഷൻ മറ്റേ ബ്രിഡ്ജായാലും റോഡായാലും. അപ്പോൾ അതിനൊക്കെ നമുക്ക് എക്സ്പെർട്ടൈസ്ഡായിട്ടുള്ള ആൾക്കാരെ സമീപിക്കുകയും അവർ അഡ്വൈസ് വാങ്ങുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ പഴയ സ്ഥിതിയിൽ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ വളരെ സത്യസന്ധമായി ചെയ്യേണ്ട, വളരെ ആത്മാർത്ഥമായി ചെയ്യേണ്ട, പെർഫെക്റ്റായി ചെയ്യേണ്ട ഒരു ജോലിയാണ്. പലപ്പോഴും കൺസ്ട്രക്ഷൻ ഫീൽഡിനെ പറ്റി തന്നെയുള്ള ഒരു ധാരണ നമുക്ക് മറിച്ച് പല തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പെർഫെക്ഷൻ അത് തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണോ സാധ്യമാകുന്നത്? 100%. കാരണം എന്ന് വെച്ചാൽ പ്രോഫിറ്റ് എത്ര ഉണ്ടെന്നുള്ളതല്ല, ഞങ്ങൾ ഗുഡ് വിൽ ഉണ്ടാക്കി ഏറ്റവും നല്ല സമൂഹത്തിന് എന്താണോ നമ്മൾ കൊടുക്കേണ്ടത് അത് ഒരു സംശയം അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്താൽ ജനം അംഗീകരിക്കുകയും ജനം അംഗീകരിച്ചാൽ പിന്നെ നമുക്കറിയാമല്ലോ നമുക്ക് ഏത് തരത്തിലും ഏത് സപ്പോർട്ട്, ഇപ്പം ഡെപ്പോസിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് ലോണായാലും അല്ലെങ്കിൽ ഏത് ടെക്നോളജി ആരും നമ്മളെ ഒരാളെങ്കിൽ എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറയുന്ന നേരത്ത് ഇതിൻ്റെ കൂടെ ചേരാൻ ഏത് ഒരാൾക്കും ചേരാൻ പറ്റും. കാരണം വെച്ചാൽ അത്ര വിശ്വാസത്തിലാണ് പോകുന്നത്. ഒരു രാഷ്ട്രീയ അവബോധത്തിൻ്റെ, സാമൂഹ്യ അവബോധത്തിൻ്റെ ബേസിലാണ് നിങ്ങളുടെ നിൽപ്പ് തന്നെ. പക്ഷേ നമ്മൾ പറയാറുണ്ട് എപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് നമ്മുടെ വികസനത്തിനും നമ്മുടെ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കൊക്കെ തടസ്സമായി മാറുന്നത് എന്ന്. രാഷ്ട്രീയം വേറെ, പ്രസ്ഥാനം വേറെ എന്ന് പറഞ്ഞാൽ വികസനം വേറെ, രാഷ്ട്രീയം വേറെ. വികസനത്തിൽ രാഷ്ട്രീയം കൊണ്ടുവന്നാൽ ഒരു പ്രസ്ഥാനം വിജയിക്കില്ല. അത് ഞങ്ങളൊരു പോളിസിയാണ്. വികസനത്തിൽ രാഷ്ട്രീയം എന്തായാലും ഇല്ല. അപ്പം ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അത് കൃത്യസമയത്തിനും ആത്മാർത്ഥതയോടും കൂടി തീർക്കുക. അതിന് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് ചിന്തകളോ ഒന്നുമില്ലാതെ കൃത്യസമയത്ത് തീർക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ വിജയം. നിങ്ങൾക്ക് മാനേജ്മെൻറ്റും തൊഴിലാളികളും രണ്ടല്ല. അതെ. അപ്പോൾ ഒരു മുതലാളി കൊളലാഭം കൊയ്യുന്നു എന്ന ബോധം അല്ല, തൊഴിലാളികളുടെ ആവശ്യങ്ങളും നിറവേറ്റി കഴിഞ്ഞിട്ട് മാത്രമേ പ്രസ്ഥാനത്തിന് ബാക്കി നമ്മൾ സ്വരൂപിക്കുന്നുള്ളൂ. അപ്പം ഇതിപ്പോൾ ഏതൊരു മുതലാളി അല്ലല്ലോ. അപ്പം മുതലാളി എന്ന് പറയുമ്പം അവർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കി പോക്കറ്റിലിടുക എന്നുള്ളത്. ഇത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊഴിലാളികൾ തന്നെയാണ്, ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരെ ഒരു സക്സസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്
ഇതിൻ്റെ വിജയം. തൊഴിലാളികളെ ഏതൊക്കെ തലത്തിൽ വിശ്വാസത്തിലെടുക്കാം? അവരിൽ ഒരാളായി നമ്മൾ മാറിക്കൊണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിഹേവിയറിലൊക്കെ? അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവരുടെ പേഴ്സണലായിട്ടുള്ള അവർക്ക് ഓരോ കുടുംബത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ഇടപെട്ട് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും അല്ലെങ്കിൽ വിവാഹമായാലും മരണമായാലും അതിലൊക്കെ നമ്മൾ ഇടപെട്ട് അവരുടെ വേതനത്തിലും വേജസ് എല്ലാത്തിലും ഞങ്ങൾ ഇടപെട്ട് തൊഴിലാളികളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വിജയം. ഗവൺമെന്റ് പോളിസി എപ്പോഴും വ്യവസായത്തിന് അനുകൂലമാണ്. അത് ഏത് സർക്കാർ വരുമ്പോഴും അവരങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമുക്കുള്ളത് പ്രശ്നം ചുവപ്പ് നാടയാണ്. അത് ഗവൺമെന്റ് പോളിസിയുമായി ബന്ധപ്പെട്ടതാണോ? ഞങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അത് ഞങ്ങൾ നേടിയെടുത്തിരിക്കും. അവിടെയാണ് ഞങ്ങളുടെ വിജയം. അവിടെ ചുവപ്പ് നാടുണ്ടോ അല്ലെങ്കിൽ പക്ഷേ ചുവപ്പ് നാട് പ്രശ്നമല്ലേ കേരളത്തിന്റെ മൊത്തം നിങ്ങളുടെ കാര്യം മാറ്റി നിർത്തുമ്പോൾ? തീർച്ചയായിട്ടും അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ഉദ്യോഗസ്ഥരുടെ ആറ്റിറ്റ്യൂഡാണോ? ഉദ്യോഗസ്ഥൻ്റെ ആറ്റിറ്റ്യൂഡ് അത് മാറ്റണം. മാറ്റിയാൽ മാത്രമേ കേരളം രക്ഷപ്പെടും. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് ശേഷം വേറെ ആർക്കും ജോലി കിട്ടണ്ട എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ ഈ പല സർക്കാർ ജീവനക്കാരിലുണ്ട്. അത് മാറ്റിയെടുത്തില്ലെങ്കിൽ അവൻ്റെ മക്കൾക്ക് പോലും ജോലി കിട്ടാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുന്ന പല മേഖലയിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വ്യക്തിപരമായ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. പാലേരി കണാറിൽ നിന്ന മനുഷ്യൻ മകനെ ഈ സൊസൈറ്റിയിലേക്ക് അടുപ്പിച്ചിട്ടില്ല. അതെ അതെ അതെ. താങ്കളും അതേ പോളിസി തന്നെയാണോ കുടുംബത്തിൽ പിന്തുടരുന്നത്? തീർച്ചയായിട്ടും. സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞാൽ മക്കളെയോ അല്ലെങ്കിൽ കുടുംബക്കാരെയോ ഈ സൊസൈറ്റിയിൽ എൻ്റെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ എൻ്റെ മുൻഗാമികളും ചെയ്തിട്ടില്ല, ഞാനും ചെയ്യില്ല. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ 30 ഏക്കർ സ്ഥലത്താണ് ഈ IT പാർക്ക്, ULCCയുടെ IT പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ്? 4.87 lakhs സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പം ബിൽഡിംഗ് പണിതിരിക്കുന്നത്. ഫസ്റ്റ് ബേസ് ബിൽഡിംഗ് പണിതിരിക്കുന്നത്. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരം എന്ന് പറയുമ്പം നമുക്ക് വേൾഡിലെ 7 ആർക്കിടെക്റ്റ് നമ്പർ 1 ആർക്കിടെക്റ്റിൽ ഒരു കമ്പനിയാണ് ജാപ്പാൻ നിക്കിൻസിക്കി എന്ന് പറയുന്ന ഏറ്റവും IT മേഖലയിൽ തന്നെ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ ആർക്കിടെക്റ്റ് ഏറ്റെടുത്തിട്ടുള്ള ചെയ്തത്. അതുകൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലവിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്പേസിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. എന്നാലും ഈ ഫസ്റ്റ് ബിൽഡിംഗ് എന്നുള്ള ഒരു അട്രാക്ഷൻ എന്നുള്ള നിലക്കും നമുക്ക് അത്തരത്തിലുള്ള ഒരു ബിൽഡിംഗ് തന്നെയാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ പല കമ്പനികളും ആകർഷണീയമായിട്ടുള്ളത് തന്നെ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ പാർക്കിൻ്റെ? ഇപ്പോൾ 4 ലക്ഷത്തിൽ ഏകദേശം 2 ലക്ഷം സ്ക്വയർ ഫീറ്റോളം കമ്പനികൾ സ്പേസ് എടുത്തു കഴിഞ്ഞു. ഇനി പൈപ്പ് ലൈനിൽ ഏകദേശം 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഇത് മാർക്കറ്റിംഗ് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പം ഒരു വർഷം കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് സ്പേസും കമ്പനികളെ ഏറ്റെടുത്ത് ഒരു 5000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് നോക്കിയ ആളുകൾ നിങ്ങൾക്ക് ഇത്തരം ഒരു സംരംഭത്തിലേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ആശങ്ക ഉണ്ടായിരുന്നു? കൂടുതൽ തൊഴിലാളികൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു. കാരണം IT ഒക്കെ തുടങ്ങിയാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഞങ്ങൾക്ക് തൊഴിലില്ലാത്ത, പക്ഷേ അതും നന്നായിട്ട് ശ്രദ്ധിച്ചു, ഇതും നന്നായിട്ട് ശ്രദ്ധിച്ചു. കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു എന്നല്ലാതെ ഒരു ദിവസവും അവർക്ക് ഇതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് പോലും തൊഴിൽ കിട്ടി. ഇപ്പം 3ാം തലമുറക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ അവരുടെ മക്കൾ തന്നെ എൻജിനീയറിംഗ് മേഖല, ഇപ്പോൾ IT മേഖലയിലും അവരുടെ മക്കൾക്ക് തൊഴിൽ കിട്ടിയതോടുകൂടി അവർക്ക് വിശ്വാസം കൂടുതൽ വന്നു. കാരണം വെച്ചാൽ പുതിയ തലമുറ അപ്പോൾ എൻ്റെ മക്കൾക്ക് പോലും തൊഴിൽ കിട്ടുമെന്നുള്ള ഒരു അവസ്ഥ വന്നല്ലോ. അപ്പോൾ അതോടുകൂടി അവർക്ക് നല്ല വിശ്വാസം വന്നു. ഇനിയും സ്പേസ് ഉണ്ട്. ഈ രീതിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബാധ്യതകളുണ്ടാവും. ബാങ്ക് ലോൺ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ബാധ്യതകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിലേക്കുള്ളൊരു പ്രവർത്തനത്തിലേക്ക് പോകാൻ എത്ര വർഷമെടുക്കും? സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിലെ സ്പേസ് ഇപ്പം കമ്പനികൾ വന്ന് പെട്ടെന്ന് പോകാത്തതുകൊണ്ടാണ് സെക്കൻഡ് ഫേസ് തുടങ്ങാത്തത്. അങ്ങനെ പുതിയ ഗവൺമെൻറ് വന്നിട്ട് പുതിയ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ വലിയൊരു പ്രതീക്ഷയിലാണ്. കൂടുതൽ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ എടുത്ത് 25,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ് ഇവിടെയുള്ളത്. അത്രയും നമുക്ക് 5 വർഷം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്.
ഇപ്പോൾ പുറമേ നിന്നുള്ള കമ്പനികളെ, പുറമേ നിന്നുള്ള ആളുകളെ ആകർഷിക്കാനുള്ള നിരവധി പരിപാടികളുണ്ട്. ഇവിടെ ഒരു ലേബർ സൊസൈറ്റി തന്നെ ഇത്തരം ഒരു സംരംഭത്തിന് മുതിരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രോത്സാഹനം തരേണ്ടതാണ്. അങ്ങനെ കിട്ടി എന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ കാലത്തിൽ നല്ല സപ്പോർട്ടാണ് ഗവൺമെൻറ് കിട്ടിയത്. പക്ഷേ ഒരു റിസഷൻ കാരണം IT മേഖലയ്ക്ക് ഉണ്ടായ ഒരു തകർച്ച ഉണ്ടായ കാരണമാണ് കഴിഞ്ഞ 5 വർഷം അത്രത്തോളം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതെ പോയത്. ഇനിയിപ്പം പുതിയ ട്രെൻഡ് മാറി വരികയാണ്, പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. അപ്പം കാലഘട്ടത്തിനനുസരിച്ചിട്ട് നല്ലൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും പുതിയ കമ്പനികൾ വരും. പുതിയ കമ്പനികളെ വരുത്താൻ ഗവൺമെൻറ് സപ്പോർട്ടും, വരുന്ന കമ്പനികൾക്ക് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയാകുമ്പം കേരളത്തിൽ മലബാറിലും അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംരംഭത്തിൽ ഒന്ന് UL സൈബർ പാർക്കും ആയി മാറും എന്നുള്ളത് ഞങ്ങൾക്ക് 100% പ്രതീക്ഷ. ഫ്യൂച്ചർ പ്ലാൻസ് ഞങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. കാരണം എന്തായാലും ഇന്ന് ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ 10 പേരാണെങ്കിൽ 10 പേര് ഇറങ്ങുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ 10 പേര് ഇവിടെ വിപ്ലവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയിലുള്ള ഒരു ടെക്നിക്കൽ എന്നല്ല, എന്തായാലും അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം സ്ഥാപനം തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങൾ. പിന്നെ ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ ഇറങ്ങണം. ടൂറിസം മേഖല കൂടുതൽ തൊഴിൽ നൽകുന്ന ഇതായതുകൊണ്ട് ടൂറിസം മേഖലയിലേക്കും ഇറങ്ങണം എന്നുള്ളത്. മറ്റൊന്ന്, ഈ തൊഴിലാളികളെ നമ്മൾ പരിഗണിക്കുന്നതിനെ കുറിച്ചാണ് താങ്കൾ ആദ്യം മുതലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാം തൊഴിലാളികളാണ് നമ്മുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളെ നമ്മൾ ആശ്രയിക്കാറുണ്ടോ? പുറത്ത് ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ കേരളത്തിലുള്ള തൊഴിലാളികൾ വരാത്തത് കൊണ്ടാണ് IT മേഖലയിലേക്ക് പോയത്. പക്ഷേ ഇപ്പം നിലവിൽ 3000-ഓളം ഞങ്ങളെ തൊഴിലാളികളും അതുപോലെ തന്നെ 400 എൻജിനീയേഴ്സും അതുപോലെ മറ്റ് സ്റ്റാഫുകളും വർക്ക് ചെയ്യുന്നത്. അവരെയൊക്കെ സംരക്ഷിക്കാനും പിന്നെ പുതിയ കോൺട്രാക്റ്റ് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യത്തിൻ്റെ പുറകിൽ ഞങ്ങൾ കൂടുതൽ പേരെ ആശ്രയിക്കേണ്ടി വരുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരെ ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്. അവരെ ഞങ്ങൾ C-class മെമ്പർഷിപ്പ് കൊടുത്ത് എല്ലാ വോട്ടവകാശം ഇല്ല എന്നുള്ള ഒന്നൊഴിച്ച്, എല്ലാ ഷെയർ ഹോൾഡറിലെല്ലാം ഒഴിച്ച് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന സൊസൈറ്റി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യങ്ങൾ. പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളെ ഒരു മൂന്നാം കിടക്കാരായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. പക്ഷേ ULCCSനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാട്. ഒരു ദിവസം വന്നാലും അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ബൈപ്പാസിലൊരു മരണം ഉണ്ടായിരുന്നു, ഒരു ബംഗാളി 27 ദിവസമേ വന്നിട്ടുള്ളൂ. പക്ഷേ അവർക്ക് 15 ലക്ഷം രൂപ ഇൻഷുറൻസ് ആനുകൂല്യം കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ ആ കുടുംബത്തിന് 29-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ വെച്ച് കൊടുക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് അവരെയും കൂടി സംരക്ഷിച്ച് അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാം തൊഴിലാളികളാണെന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനം. എന്താണ് ഒരു സ്വപ്നങ്ങൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇനിയും പുതിയ ടെക്നോളജിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഒരു നല്ല സ്ഥാപനം തുടങ്ങണം. അത് തന്നെയാണ് ഏറ്റവും വലിയ പുതിയൊരു മാനേജ്മെന്റ് വൈദഗ്ധ്യം എന്ന് പറയുന്നത് മറ്റു പലതുമാണ്. ഒരു BTech ഡിഗ്രിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏതൊരു വിഷയം എടുത്താലും അതിൽ നമ്മൾ അങ്ങ് ഇൻവോൾവ് വർക്ക് ചെയ്യാൽ അത് റിസൾട്ട് ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു അനുഭവം. കാരണം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എല്ലാം കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ ടോപ്പ് ഇത് പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് എല്ലാം നമുക്കൊരു ചെറിയ കാര്യങ്ങൾ വരെ കുറച്ച് ഭാഗങ്ങളങ്ങ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനെ നയിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫീൽഡിൽ ഞാൻ കൂടുതൽ എൻ്റെ ഈ സമർപ്പണം കൊണ്ട് തന്നെ എൻ്റെ ജോലിയിലുള്ള അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പരിധിവരെ ഇതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെയാണ്. വളരെ നന്ദി. മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യത്തിലും ആശംസിക്കുന്നു. മലബാർ ഗോൾഡ് ഗോ കേരള പാത്ത് ബ്രേക്കേഴ്സിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ലക്കത്തിൽ മറ്റൊരു പ്രമുഖ ബിസിനസ് വ്യക്തിത്വവുമായി കാണാം. നമസ്കാരം.